വൈപ്പിൻ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറവൂരിലെ RT ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചർച്ചയെ കൂടി നമുക്ക് പരിഹരിക്കാം. തെളിവ് ഞാൻ പുറത്തു വിട്ടോളാം. തെളിവ് എന്തായാലും ഉണ്ട്. ഇവർ സംസാരിച്ച ഫോൺ രേഖ ഉൾപ്പെടെ ഒരു കാര്യം, ഫോൺ രേഖകൾ ഉൾപ്പെടെ പുറത്തു വിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാനായിട്ട് പറയുന്നില്ല, ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ. പക്ഷെ അയാൾ എവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാലും ഞങ്ങൾ ഉപരോധിക്കും, ഞങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കും, ശക്തമായി അയാൾക്കെതിരെ പ്രതികരിക്കും. നിരന്തരം അയാളാണ് ഈ തീരപ്രദേശത്ത് നിന്നുള്ള കുട്ടികളെ തോൽപ്പിക്കുന്നത്. വളരെ പാവങ്ങള്, ഈ മത്സ്യത്തൊഴിലാളികളാണ്, ഒരു മാർഗവും ഇല്ലാതെ വരുന്ന വിദ്യാർത്ഥികളാണ്. അത് എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. ഞാൻ വ്യക്തമായി പറയാം. ഇപ്പൊ മാരുതി കമ്പനിയുടെ പുറകടക്കും. അപ്പൊ അവനെ വെച്ചുകൊണ്ട് ഇവിടെ ഈ RT ഓഫീസ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൃത്യമായ നടപടി അയാൾക്കെതിരെ ഉണ്ടാകണം. ഏതൊക്കെ തലം വരെ ഞങ്ങൾ പോകാൻ പറ്റും, ഞങ്ങൾ മറ്റു RTയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പരാജയപ്പെടുന്നത് ഈ പറവൂർ RT ഓഫീസാണ്. മാഡത്തിന് അറിയാൻ പറ്റും, ഞങ്ങൾ പറയുന്നില്ല. മറ്റു കൊടുങ്ങല്ലൂരായാലും തൊട്ടടുത്ത് എറണാകുളം ആയാലും ആലുവയായാലും. കാരണം ഇപ്പം ഇവിടെ നിന്നുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരും വലിയ പ്രതിസന്ധിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അവരെ പൂട്ടിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം. സാധാരണ പാവപ്പെട്ട ആർക്കും ഒരു തൊഴിലെടുത്ത് ജീവിക്കണ്ടേ, അത് ഇല്ലാതാക്കുക എന്നാണ് ഈ വിനോദ് എന്ന് പറയുന്ന ആളുടെ ലക്ഷ്യം. ആ വൻകിട കമ്പനികളുടെ പുറകാണ്. അതിനോട് മാരുതി കമ്പനിയുടെ പുറകാണ്. ജില്ലാ പഞ്ചായത്ത് അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ തോൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RT ഓഫീസിന് മുന്നിൽ എട്ടെടുത്തു പ്രതിഷേധിച്ചു. പറവൂർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെതിരെ നിരവധി ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിശാൽ അശ്വിൻ അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് അംഗം VS സോളിരാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാരോൺ പണക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹെൻറി കുഞ്ഞുമോൻ, അഗസ്റ്റിൻ ജോസഫ്, യൂത്ത് കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജ് KR, പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ്, മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. നിരന്തരം പീഡിപ്പിച്ച് അവരെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ വിനോദ് എന്ന് പറയുന്ന ഇവിടെയുള്ള വെഹിക്കിളിന്റെ സ്ഥിരം ഒരു ഹോബിയായി മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വൻകിട കമ്പനികളുടെ പുറകെയാണ് ശ്രീ വിനോദ്. തന്റെ 3 ഏക്കറോളം വരുന്ന സ്ഥലം അത് വൻകിട കമ്പനികൾ കൊടുത്ത് ഇവിടെയുള്ള പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകളെ പൂട്ടിച്ച് റിലയൻസിനെ പോലെയും അംബാനിയെ പോലെയും ഒക്കെ മൊത്ത കച്ചവടം, ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഏജൻസി ഡ്രൈവിംഗ് സ്കൂള് മൊത്ത കച്ചവടമെടുത്ത് തന്റെ കീഴിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവണതയാണ് ഈ വിനോദ് എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന MVD കാണിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും തീരപ്രദേശത്തുള്ള ഡ്രൈവിംഗ് സ്കൂൾ വിദ്യാർത്ഥികളെ തോൽപ്പിക്കാനാണ് ശ്രീ വിനോദിന്റെ ശ്രമമെങ്കിൽ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ശക്തമായ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടത്തിക്കൊണ്ട്, ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇയാളെ ആദ്യ അവസാനം ഞങ്ങൾ പിന്തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും ഒക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഡ്രൈവിംഗ്